രഞ്ജിത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ഒരു ശ്മശാനമുണ്ട്, ഹിന്ദു ശ്മശാനമുണ്ട്. അവിടെയാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള മുഴുവൻ ഫ്യൂണറൽ കർമ്മങ്ങളും നടക്കുന്നത്. ഇവിടെയാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വളണ്ടിയർമാർ കൈമൈ മറന്നുകൊണ്ട് സേവാഭാരതിയുടെയൊക്കെ പ്രവർത്തകർ ഇവിടെ ഈ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹങ്ങളുമായി കൂടുതൽ മൃതദേഹങ്ങളുമായി ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് ഇവിടെ ദഹിപ്പിക്കാനുള്ള സൗകര്യം ശരിക്കും നിലവിൽ ഇവിടെ ഇല്ല. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ജില്ലയിൽ നിന്നും ജില്ലയുടെ പുറത്തു നിന്നും ഇവിടെ എത്തിക്കുകയാണ്. ഇവിടെ മറ്റു രീതിയിൽ കുഴിവെട്ടി അടക്കുന്നതിനുള്ള സംവിധാനം മാത്രമാണ് ഇവിടെ ഉള്ളതെങ്കിലും അത്തരത്തിൽ ഇത്രയും ആളുകളുടെ സംസ്കാരം നടത്തുക സാധ്യമല്ലാത്തതിനാൽ ഇവിടെ ദഹിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ഇന്നലെ അത് ഉള്ള സംവിധാനങ്ങൾ വെച്ച് ദഹിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതൽ ദഹിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇവിടെ ഇന്നലെ 20ഓളം മൃതദേഹങ്ങൾ ഇവിടെ ദഹിപ്പിച്ചു എന്നാണ് ഒരു കണക്ക്. കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രികളിൽ നിന്നൊക്കെ തിരിച്ചറിഞ്ഞത് ഓരോന്നായി ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കാനുള്ള മൃതദേഹങ്ങളൊക്കെ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കടകരമായ കാഴ്ചകളാണ് രഞ്ജിത്ത് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്യാമ്പിൽ കണ്ട പലരും അവിടെ നിന്നാണ് അറിയുന്നത് പലരും മരിച്ച വിവരം. അവരൊക്കെ സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉറ്റവരെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്ന കാഴ്ചകൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി ഊഴം കാത്ത് ഇവിടെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഇവിടെ കർമ്മങ്ങൾ നടത്തുവാനുള്ള ഒരു സൗകര്യക്കുറവ് ഉണ്ടായതുകൊണ്ടാണ് കൂടുതൽ ദഹിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ടി വരും. കാരണം ഗവൺമെന്റ് ഒഫീഷ്യൽസ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യങ്ങളല്ല. നമ്മുടെ കേരളം കണ്ട ഏറ്റവും ഭയാനകമായ ഒരു ദുരന്തത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചപ്പോൾ കഴിഞ്ഞ പ്രളയകാലത്ത് കണ്ടതുപോലെ തന്നെ രാഷ്ട്രീയം മറന്നുകൊണ്ട്, മതം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ജാതി ചിന്തകളെല്ലാം മറന്നുകൊണ്ട് മനുഷ്യർ ഒന്നാകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ പലരും ഇവിടെ എത്തുമ്പോഴാണ് തങ്ങളുടെ ഉറ്റവരൊക്കെയാണ് ഇവിടെ ഈ മരണപ്പെട്ട് കിടക്കുന്നതെന്ന് കാണുന്നത്. വലിയ വിലാപത്തിന്റെ കാഴ്ചകളാണ് രഞ്ജിത്ത് ഇവിടെ കാണുന്നത്. ഇപ്പോൾ കൂടുതൽ ഇന്ന് രാവിലത്തെ ദഹിപ്പിക്കൽ കർമ്മങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇന്നലെ മൃതദേഹങ്ങൾ കുറെ ദഹിപ്പിച്ചു. ഇന്നിപ്പോൾ കൂടുതൽ ഒരുമിച്ച്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഫ്യൂണറിനുള്ള ദഹിപ്പിക്കാനുള്ള ഗ്യാസും അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ദഹിപ്പിക്കൽ കർമ്മങ്ങൾ നടത്താനുള്ള ഉപകരണങ്ങളുമായിട്ട് ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ മറ്റു ജില്ലകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ കിടത്തിയിരിക്കുന്ന ഓരോ മൃതദേഹങ്ങൾ തിരിച്ച മൃതദേഹങ്ങളായി അവർ ഓരോന്നായി ഇവിടെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ്. നമ്മുടെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഇതിന് നേതൃത്വം നൽകുന്ന പ്രവർത്തകർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. അവരൊക്കെ കൈമൈ മറന്നുകൊണ്ട് ഇതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദുരന്തത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചപ്പോൾ അതിനെ നേരിടുക, മനുഷ്യസാധ്യമായ രീതിയിൽ അതിനെ നേരിടാനുള്ള ശ്രമങ്ങളാണ് അവരെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ ക്രോഡീകരിക്കുന്നത്? ഇന്നലെ നമ്മളിവിടെ 13 ബോഡി ഇന്നലെ നൈറ്റിൽ വന്നു. ഒരു 4 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അടക്കം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 13 ബോഡി ഇന്നലെ രാത്രി 2 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ അടക്കം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് എത്ര ബോഡി വന്നാലും ഒന്നിച്ച് ചെയ്യാനുള്ള സംവിധാനത്തിലുള്ള സജ്ജീകരണമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ എല്ലാ അംഗങ്ങളും എല്ലാം മറന്ന്, ജാതിഭേദം മറന്ന് എല്ലാവരും ഒന്നിച്ചാണ് സഹകരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായാൽ അതിനെ മറികടക്കുന്നതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നിപ്പോ ഈ ഫ്യൂണറിനുള്ള ഈ ഉപകരണങ്ങൾ ഇപ്പൊ എത്തിക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പൊ ഒരുമിച്ച് ഇത് ചെയ്യണമെങ്കിൽ കൂടുതൽ ഈ ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് എവിടുന്ന് ഗ്യാസ് ഉണ്ട്, വിറകൊക്കെ ഓരോരുത്തർ സംഭാവന തരുന്നുണ്ട്. ഗ്യാസ് നമ്മൾ അല്ലാതെ തന്നെ വില കൊടുത്ത് സംഘടിപ്പിക്കുന്നതാണ്. എല്ലാം കുറെ സഹായ സഹകരണങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വിറകും അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇന്ന് മാക്സിമം വരുന്ന അത്രയും മൃതദേഹങ്ങൾ ഇന്ന് ദഹിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണോ അതോ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അനുമതിയോട് കൂടിയാണോ ദഹിപ്പിക്കൽ കർമ്മങ്ങളൊക്കെ നടത്തുന്നത്? എങ്ങനെയാണ് അതിന്റെ അവരുടെ അനുമതിയോടുകൂടി അവിടുത്തെ എല്ലാ
അവരുടെ എല്ലാ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമുക്ക് ബോഡി വിട്ടുതരുന്നത്. അപ്പോൾ ബന്ധുക്കൾ ഇവിടെ എത്തി അതിനുള്ള ബന്ധുക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഇപ്പൊ സാധ്യമാണോ എന്നറിയില്ല. പക്ഷെ നമുക്കൊരു മരണമുണ്ടായാൽ അതിന്റെ അന്ത്യകർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറെ വലിയ പ്രൊസീജിയറാണ്, അതിന്റെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഏകദേശം മാക്സിമം അതെല്ലാം നോക്കിയിട്ടാണ് പരമാവധി ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. അത് ഈ ഒരു ഇത്രയും അധികം ഒന്നിൽ കൂടുതൽ ഒരു ദുരന്തം നടന്നാൽ അപ്പം ഒന്നിലധികം വരുമ്പോൾ നമുക്ക് അതിന് ചെറിയ പരിധികളുണ്ട്. എന്നിരുന്നാലും നമ്മൾ മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ കുടുംബാംഗങ്ങളൊക്കെ എത്തിച്ചേരുന്നുണ്ട്, അവർക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ, എങ്ങനെ അറിയിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അതിന്റെ ഒരു വരുന്ന കുടുംബങ്ങൾ എല്ലാവരും നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നേതൃത്വങ്ങൾ ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. അവർക്ക് വേണ്ട സജ്ജീകരണം നമുക്ക് കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചാൽ അതിയായ വിഷമോ സങ്കടമോ ഒന്നും നമ്മൾ ഇതിനെ ഞങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മളെ കൊണ്ട് തന്നെ എങ്ങനെ പറ്റിയെന്നുള്ളത് ചിന്തയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ ഓരോ മുഖത്ത് കാണുന്നത് ഇവിടെ വരുന്ന ഓരോരുത്തരും നമ്മൾ എങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് അത്രയും വിഷമമാണ്. അപ്പൊ അവർക്ക് വേണ്ടി ലാസ്റ്റ് നിമിഷത്തിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അത് സാധിച്ചു കൊടുക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടാണ് നമ്മളെ ഈ മേപ്പാടി മാരിയമ്മ ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ആൾക്കാരും നമ്മളെ എല്ലാ ആൾക്കാരും ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും നിൽക്കുന്നത്. അതാണ് നമ്മളെ മനസ്സിന്റെ ഒരു ഇത് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. രഞ്ജിത്ത്, അങ്ങനെയാണ് ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരിപ്പോൾ ചെയ്യുന്നൊരു കാര്യം അങ്ങനെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ചില ദുരന്ത നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ മനുഷ്യ സാധ്യമായതെല്ലാം എങ്ങനെ ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേപ്പാടി ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിന് കീഴിലുള്ള ഈ ശ്മശാനം എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശമാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയാണ്. ഇവിടെ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ അത് കൈമെയ് മറന്നു കൊണ്ട് ഓരോരുത്തരുടെയും മനുഷ്യസ്നേഹികളായ ഓരോ മനുഷ്യരുടെയും പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മളിവിടെ സേവാഭാരതിയുടെ ഒക്കെ വളണ്ടിയർമാരെ കാണുന്നുണ്ട്. എല്ലാവരും അവസാനമായി ഞങ്ങൾക്ക് ഈ മനുഷ്യർക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ വലിയ ഈ ഒരു പ്രതിഷേധ താണ്ഡവത്തിന് മുന്നിൽ മറഞ്ഞുപോയ അല്ലെങ്കിൽ മൺമറഞ്ഞുപോയ മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയി മനുഷ്യർക്ക് വേണ്ടി തങ്ങളാൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഇവിടെ ഇപ്പോൾ ഇവിടെയുള്ള ഫ്യൂണറൽ കർമ്മം യഥാർത്ഥത്തിൽ നടക്കുന്നത് വിറകുപയോഗിച്ച് മാത്രം നടത്താനുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുറെ സഹപ്രവർത്തകർ ഇവിടെയുള്ള കുറെ ആളുകൾ ചേർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഈ ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ച് ഫ്യൂണറൽ കർമ്മം നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഈ യന്ത്രസാമഗ്രികളും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ക്രമീകരിച്ചുകൊണ്ട് അവര് ഇത് കൂടുതൽ വേഗത്തിൽ കൂടുതൽ സംസ്കാരം ഒരുമിച്ച് നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ ചെയ്യുന്നതിന് പകരം എല്ലാം ഒരുമിച്ച് ചെയ്തു തീർക്കുകയാണെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ വരുമ്പോൾ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇത് പൂർണ്ണമായും തീർക്കാം എന്നാണ് അവർ കരുതുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടി മക്കളും ഒക്കെ അടങ്ങുന്ന ആളുകൾ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പക്ഷേ ഇവിടെ വിറകുപയോഗിച്ച് മാത്രമാണ് ഈ കർമ്മങ്ങൾ നടത്തിയത്. അതിന്റെ ഇപ്പുറം വശത്ത് നമുക്കത് കാണാം. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുന്ന സംവിധാനങ്ങളാണ്. ഇന്നലെ പക്ഷേ ഇവിടെ വിറകുപയോഗിച്ച്, അതാണ് ഇവിടുത്തെ ഒരു നേരത്തെ തൊട്ട് തുടരുന്ന ഒരു രീതി. അതും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവരിപ്പോൾ. ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുന്ന സംവിധാനം ഒരു വശത്ത് നടക്കുന്നതിനോടൊപ്പം തന്നെ വിറകുപയോഗിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതിനുള്ള വിറകും സംവിധാനങ്ങളൊക്കെ ഇതും പ്രവർത്തിക്കാണ്. ഇപ്പൊ നമുക്ക് ഒരേ സമയത്ത് ഒരു 12 ബോഡി ഒരേ സമയത്ത് വെക്കാൻ പറ്റും, ഒരേ സമയത്ത് ചെയ്യാം. അതിനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഉദ്ദേശിച്ച സമയം ഒരു 40 ബോഡി ഇന്ന് വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 4 ട്രിപ്പായിട്ട് നമുക്ക് തീർക്കാൻ കഴിയുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ.
അങ്ങനെയാണ് രഞ്ജിത്ത്. 40 ബോഡികൾ ഇനിയും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിമിതമായ സ്ഥല സൗകര്യം മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു പ്രദേശമാണെങ്കിൽ പൂർണ്ണമായും ചെളി നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ 3-4 തവണയായി അത് പൂർണ്ണമായിട്ട് ദഹിപ്പിച്ച് തീർക്കുവാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വളരെ പ്രയാസപ്പെട്ട് വളരെ പണിപ്പെട്ടുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ച ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ട് അതുപോലെ ഒരു വശത്ത് ലൈറ്റുകൾ സംവിധാനിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമുക്ക് ഈ സേവാഭാരതിയുടെയൊക്കെ പ്രവർത്തകർ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ എത്തിക്കുന്നത്? ഞങ്ങൾ മലപ്പുറത്തുനിന്നാണ് വരുന്നത്. മലപ്പുറത്തുനിന്നാണ്. അപ്പൊ ഇതൊക്കെ മലപ്പുറത്തു നിന്നാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? അല്ല, ഒരുമിച്ചല്ല, ഞങ്ങൾ കുറച്ച് 6 യൂണിറ്റിന്റെ സംഭവം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മലപ്പുറത്ത് 6 യൂണിറ്റ് ദഹിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 15 ആളോടെ ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ആളുകൾ വരാൻ റെഡിയാണ്, തയ്യാറാണ്. അപ്പൊ ഇവിടുത്തെ പരിമിതി അറിയാലോ, അപ്പൊ അതിനനുസരിച്ചാണ് ആളുകൾ വരുന്നത്. നിങ്ങളെല്ലാവരും മലപ്പുറം. അപ്പൊ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടെ സേവാഭാരതിയുടെ പ്രവർത്തകരുണ്ട്, മറ്റ് സന്നദ്ധ